നിലമ്പൂരിലെ കാട്ടാന ആക്രമണം വനത്തിനകത്താണെന്നും എന്നിട്ടും സർക്കാർ ആനുകൂല്യങ്ങൾ നൽകിയെന്നും വനമന്ത്രി നിയമസഭയിൽ. വന്യജീവി ആക്രമണം കാരണമുള്ള മരണം കൂടുന്നു എന്നതിന് ശാസ്ത്രീയമായ കണക്കില്ല. വർദ്ധിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മറുപടി. ബഹുമാനപ്പെട്ട എംഎൽഎമാർ ഇവിടെ നൽകിയ നോട്ടീസിൽ നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഉച്ചക്കുളം ഊരിലെ സനോജിനി മറമറിഞ്ഞ കാര്യവും അവിടെ കോതമംഗലത്ത് ക്ലാശ്ശേരി സ്വദേശി എൽദോസ് മരിച്ച സംഭവമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സർ, വന്യജീവികളുടെ ആക്രമണം മൂലം വനമേഖലയിൽ മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് എന്നത് ഇന്നുണ്ടായ ഒരു അടിയന്തര സംഭവമല്ല. കുറേ നാളായി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് നിസ്സാരമായി കാണേണ്ട ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ലെങ്കിലും ഇപ്പോൾ ഇന്ന് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട അടിയന്തര പ്രശ്നമല്ല. പൊതുവെ സമൂഹം ചർച്ച ചെയ്യേണ്ടതും ഭരണകൂടം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുമായൊരു പ്രശ്നമാണ് എന്നതിനാൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുക എന്ന ഒരു അവസ്ഥ ഇതിനില്ല. അത് മനസ്സിലാക്കി ചർച്ച ചെയ്യേണ്ടതില്ല, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം മന്ത്രിയുടെ പ്രതികരണം ദൗർഭാഗ്യകരമെന്നാണ് മാത്യു കുഴൽനാടൻ MLA വിമർശിച്ചത്. ഈ വിഷയത്തോട് മന്ത്രിയുടെ പ്രതികരണം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് സർ. ഇത് ഗൗരവമുള്ള ഒരു വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് അദ്ദേഹം അവസാനമായി സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇതിനെ ന്യായീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വന്യജീവി ആക്രമണമുള്ള മരണത്തിൻ്റെ നിരക്ക് കുറഞ്ഞു വരികയാണെന്നുള്ള വാദം കൂടി മന്ത്രി വിചിത്രമായി ഉയർത്തുകയുണ്ടായി. അതിനേക്കാളൊക്കെ ഇന്ന് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളോട് ഈ സർക്കാർ എത്ര ഡിസോണസ്റ്റായിട്ടാണ്, എത്ര സത്യസന്ധതയില്ലാതെയാണ് പെരുമാറുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. മലയോര കർഷകരെ വനമുദ്യോഗസ്ഥർ ശത്രുക്കളായി കാണുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് സഭയിൽ വാക്കൌട്ട് നടത്തി. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോയാൽ, നോട്ടീസ് അവതരിപ്പിക്കുന്നതിനിടെ മാത്യു കുഴൽനാടനും സ്പീക്കറും തമ്മിൽ തർക്കമുണ്ടായി. നോട്ടീസിൽ പറഞ്ഞ കാര്യമാണ് അവതരിപ്പിക്കേണ്ടതെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. കാട്ടാന വിഷയത്തിനിടയിൽ വനനിയമ ഭേദഗതി പരാമർശിച്ചപ്പോഴാണ് സ്പീക്കറുടെ പ്രതികരണം. നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? ഈ വനനിയമ ഭേദഗതിയൊക്കെ പിൻവലിച്ചു. ഇവിടെ പറയേണ്ട കാര്യം എന്താ? വനനിയമ ഭേദഗതി അവതരിപ്പിച്ച അതില്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? നിങ്ങളുടെ എല്ലാ പ്രകടനം നടത്തേണ്ട വേദിയല്ലേ ഇത്? ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതുന്ന വിഷയം എന്താ? നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്ത കാര്യം പറയാം. വനം നിയമ ഭേദഗതി പിൻവലിച്ചതാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതുന്ന കാര്യം ഇവിടെ ഉണ്ട്. വനം വന്യജീവി ആക്രമണം എഴുതുന്നത് ഇത് നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ? യെസ്, കം. നോ. അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ. നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ? യെസ്, അവിടെ ഇരിക്കും. പ്ലീസ് അവിടെ ഇരിക്കും. പ്ലീസ് അവിടെ ഇരിക്കണം. യെസ്, അങ്ങ് കണ്ടിന്യൂ. യെസ്.